നമുക്ക് എളുപ്പത്തിലൊരു പാൽപ്പായസം ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് പെട്ടെന്ന് പാൽപ്പായസമൊക്കെ കുടിക്കാൻ തോന്നിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് അരിയാണ്. നന്നായിട്ട് കുതിർത്തിയ അരി വേണം. പിന്നെ നമുക്ക് പാല്, നെയ്യ്, പഞ്ചസാര, ഏലക്ക, പിന്നെ കാഷ്നട്ട്, കിസ്മിസ്, ഇത്രയും സാധനങ്ങളായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് പാൽ ഒഴിച്ചു കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. പിന്നെ കട്ടയാവാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിവിടെ നന്നായിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇളക്കി കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് പാല് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഓൾറെഡി കുത്തരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുത്തരി നന്നായിട്ട് കുതിർത്തി വെച്ചേക്കുന്നത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നല്ല രീതിക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി വേവുന്ന വരെ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം നല്ല രീതിക്ക് ഇളക്കി കൊടുത്തു. ഞാനിവിടെ കുത്തരി ആണ് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ വേവിച്ച അരി ചേർക്കാൻ, അതായത് വേവിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി നമ്മൾ നല്ല രീതിക്ക് കുറച്ച് ടൈം വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഈ അരി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം നല്ല രീതിക്ക് നമ്മൾ ഇളക്കി കൊടുത്തത് ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ വേവ് ആയിട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും അത് കുറച്ച് ടൈമും കൂടി നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് നമ്മുടെ പായസം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നല്ല തുളസി ഇലയും പിന്നെ നമ്മൾ ഏലക്ക ഓൾറെഡി പൊടിച്ച് വെച്ചതും കൂടി നമ്മൾ ഇതിലോട്ടൊന്ന് ആഡാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നല്ല രീതിക്ക് അത് ഇളക്കി കൊടുക്കുക കേട്ടോ. വീണ്ടും നന്നായിട്ട് വീണ്ടും അത് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യും പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് വീട്ടിലെല്ലാവർക്കും പായസമൊക്കെ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.